അതാണ് കഴിഞ്ഞ അരമണിക്കൂറായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ. അതുകൊണ്ട് വലിയ വ്യത്യാസം ഹരിയാനയിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ശ്രീജിത്ത് ദിവാകരൻ മാധ്യമപ്രവർത്തകൻ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, ഹരിയാനയിലും ജമ്മു കാശ്മീരിലും രണ്ടിടത്തും രണ്ട് കാര്യങ്ങളാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിയാന എക്സിറ്റ് പോൾ ഫലങ്ങളെ അതിന്റെ ഒരു റിവേഴ്സ് ട്രെൻഡിലേക്ക് മാറ്റിയിരിക്കുകയാണല്ലോ. എന്താണ് ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു BJPയുടെ ഈ ഭരണം നിലനിർത്തിക്കൊണ്ട് പോകുവാനുള്ള ഈ ട്രെൻഡിനുള്ള കാരണം? അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ അതെന്തായാലും ഇങ്ങനെ വരികയുള്ളൂ എന്ന് പ്രതീക്ഷയാണ്. പക്ഷേ ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ കഴിയും, അങ്ങനെ ഒരു അനുമാനം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നില്ലല്ലോ. രണ്ട് തരത്തിലും രണ്ട് സ്ഥലങ്ങളിലും രണ്ട് സംസ്ഥാനങ്ങളിലും നേരത്തെയുള്ള പ്രവചനങ്ങൾക്ക് ഇപ്പോൾ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷത്തിലെത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ടായിരുന്നു. 5 MLA-മാരെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട് ലഫ്റ്റനന്റ് ഗവർണർക്ക് കഴിയുമെന്നുള്ളത് വലിയ ആശങ്കയായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. BJP അത്തരത്തിൽ 5 പേരെ നേരിട്ട് ഒരു നടത്തിക്കഴിഞ്ഞ് അങ്ങനെ ഭൂരിപക്ഷത്തിലേക്ക് BJP വരുമോ എന്നുള്ള സംശയം പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടായിരുന്നു. അതിനെയെല്ലാം ഇപ്പോൾ മറികടന്നുകൊണ്ട് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ താഴ്വരയിൽ എന്തായാലും ഇന്ത്യ സഖ്യം മുന്നേറുമെന്ന് വിചാരിച്ചിരുന്നു. താഴ്വരയിൽ മാത്രമല്ല ജമ്മുവിലും വളരെ കാര്യമായിട്ട് ഇന്ത്യ സഖ്യത്തിന് പ്രത്യേകിച്ചും നാഷണൽ കോൺഫറൻസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിലെ ഒരു ഫലം ഏതാണ്ട് ഏകദേശത്തിൽ ഒരു വ്യക്തമായി എന്ന് പറയാം. ഹരിയാനയിലും ഏകദേശം വ്യക്തമാണ് കാര്യങ്ങൾ തോന്നുന്നു. നേരത്തേക്കാൾ ഇപ്പോൾ കൂടുതൽ, നേരത്തെ ഒരു 20-25% മാത്രമാണ് എണ്ണിയിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 50%-ഓളം വോട്ടെണ്ണൽ പൂർത്തിയായിട്ടെന്ന് തോന്നുന്നു. അതൊരു പരിപൂർണമായിട്ടും നമുക്ക് ഏതാണ്ട് ഒരു ട്രെൻഡ് എന്ന് പറയാം. ഹരിയാന നോക്കുകയാണെങ്കിൽ പ്രതികൂല ഘടകങ്ങൾ മാത്രമാണ്. എക്സിറ്റ് പോൾ അടക്കം ഹരിയാനയിൽ പ്രതികൂല ഘടകങ്ങൾ മാത്രമായിരുന്നുവല്ലോ BJPക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ച് റാലികളിൽ പങ്കെടുത്തത് ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്താണ്. സാധാരണ അങ്ങനെയല്ല പ്രധാനമന്ത്രി ചെയ്യുന്നത്. അതൊരു ആത്മവിശ്വാസ കൂടുതലിനേക്കാൾ ആത്മവിശ്വാസ കുറവ് എന്ന രീതിയിലായിരുന്നു വിലയിരുത്തിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, എത്രയോ സംഭവങ്ങൾ, എത്രയോ വിഷയങ്ങൾ അവിടെ ഹരിയാന സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അതിൽ പലതും കേന്ദ്ര സർക്കാരിനെയും ബാധിക്കുന്ന കാര്യങ്ങളുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ആ ഭരണവിരുദ്ധ വികാരത്തെ ചെറുക്കുവാനായിട്ട് BJPക്ക് അവിടെ കഴിഞ്ഞു? അത് തീർച്ചയായിട്ടും അത് കാര്യമായിട്ട് പഠിക്കേണ്ടതും കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതുമാണ്. കാരണം എക്സിറ്റ് പോൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളിലും ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ ഹരിയാനയുടെ സംസ്ഥാന നിയമസഭയുടെ ഫലം ഏതാണ്ട് പ്രവചനത്തിലാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യത്തിലാണ് നിന്നിരുന്നത്. അത് കോൺഗ്രസിനും കൂട്ടർക്കും അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെയാണ് ഈവൻ BJP പോലും ഏതാണ്ട് ഹരിയാനയിലെ കാര്യങ്ങൾക്ക് തീരുമാനമായി എന്നാണ് വിചാരിച്ചിരുന്നത്. കഴിഞ്ഞ 2024 ദേശീയ തെരഞ്ഞെടുപ്പോടിലും ഹരിയാനയിൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴോടുകൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെയും കണക്കുകൂട്ടൽ. കുറേയധികം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗുസ്തി പ്രശ്നങ്ങളും ജാട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ കർഷകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം, ഇതേപോലെ പട്ടാളക്കാരെ അഗ്നിവീർ പദ്ധതി എന്നുള്ള കാര്യം, അങ്ങനെ നമുക്ക് അറിയാവുന്ന തരത്തിൽ വിലക്കയറ്റം അടക്കമുള്ള ഒരു സർക്കാരിനെ, ഒരു ഗവൺമെന്റിനെ ബാധിക്കാവുന്ന ഏതാണ്ട് മുഴുവൻ കാര്യങ്ങളും അവരെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് അവരുടെ മുഖ്യമന്ത്രിയെ മാറ്റി പുതിയ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നു. അങ്ങനെ തരത്തിൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ BJPക്ക് പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളായിരുന്നു. പക്ഷേ പ്രധാനമായിട്ടും നമുക്കിപ്പോൾ മനസ്സിലാക്കാവുന്ന ഇപ്പോൾ ജാട്ട്, മറ്റേ ഒരു ജാട്ട് ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന പ്രദേശങ്ങളിലെ ജാട്ട് ഏരിയയിൽ നിന്നുള്ള സീറ്റുകളുടെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏതാണ്ട് 18 സീറ്റുകളിൽ ഏതാണ്ട് 10-11 സീറ്റുകൾ ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് കാണുന്നത്. അഥവാ അതുകൊണ്ട് തന്നെ ഒരു ജാട്ട് ഒരു തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ കോൺഗ്രസിന് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്ന് കരുതിയത് പൂർണ്ണമായിട്ടും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ചെറിയ പാർട്ടികൾ അപ്രസക്തമാക്കി. INLDയുടെയോ അല്ലെങ്കിൽ JLന്റെയോ ഒരു പ്രസക്തി ഇല്ലാതായി. അതിന് പകരമായിട്ട് അവരുടെ വോട്ട് മുഴുവൻ കോൺഗ്രസിലേക്കും BJPയിലേക്കുമായി പോയി. അതിൻ്റെ ഗുണഫലം കൂടുതലായിട്ടും അനുഭവിച്ചത് BJP ആണ് എന്ന് വേണം കരുതാനായിട്ട്. അതിനേക്കാൾ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഇലക്ഷൻ മാനേജ്മെന്റിൽ ദീർഘകാലമായിട്ട് BJP
ക്കുള്ള ഒരു ഗ്രിപ്പുണ്ട്. ആ ഗ്രിപ്പ് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം. കാരണം കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ ജാട്ട് വിജയികൾ അല്ലെങ്കിൽ ജാട്ട് മേഖലകളിലെല്ലാം ഇവരുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ 12-13 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പലയിടത്തും പ്രത്യേകിച്ചും അതേ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ഫീൽഡിൽ റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, അവിടെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല തങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു എതിർ സ്ഥാനാർത്ഥികളുടെ എണ്ണം പോലും കോൺഗ്രസ്സുകാർക്ക് അറിയില്ല, അത്രമേൽ സ്വതന്ത്രർ അവർക്കെതിരായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ അവർ ഹരിയാന പോലുള്ള ചെറിയ സംസ്ഥാനത്ത് ഈ ചെറിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന 100 വോട്ടുകൾ വീതങ്ങൾ പോലും, അതായത് 100 പോലും, അതായത് ആയിരങ്ങൾ വേണ്ട, ഒരു 100 കണക്കിന് വോട്ടുകൾ അവർ പിടിച്ചാൽ പോലും അത് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ ബാധിക്കാവുന്ന തരത്തിലേക്ക്. അപ്പം അത്തരത്തിൽ ഉള്ള ഒരു മൈക്രോ ഇലക്ഷൻ മാനേജ്മെന്റ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിന് ഏതാണ്ട് നമുക്ക് ഛത്തീസ്ഗഡിന് സമാനമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഛത്തീസ്ഗഡിൽ സംഭവിച്ച അതേ കാര്യം തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1 വർഷം മുമ്പ് തന്നെ ഏതാണ്ട് ഒരു വിജയം ഉറപ്പിച്ച ഒരു സമാധാനത്തിലായിരുന്നു കോൺഗ്രസ്. മൈക്രോ ലെവലിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം വിജയിച്ചു. ശ്രീജിത്തിന്റെ നിരീക്ഷണം കൃത്യമാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രം BJPയുടെ ഒരു തവണ കൂടി വിജയിച്ചിരിക്കുകയാണ്. അത് മൈക്രോ ലെവൽ മാനേജ്മെന്റിലൂടെ BJP നേടിയെടുത്തിരിക്കുകയാണ്. ജാട്ട് ഇതര വോട്ടുകളിലൂടെ വിജയം കാണാമെന്നുള്ള BJPയുടെ തന്ത്രം, അതേപോലെ തന്നെ ജാട്ട് വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതിന് വേണ്ടി BJP എടുത്തിരുന്ന തന്ത്രം, ഇത് വിജയിച്ചിരിക്കുകയാണ്. നയാബ് സിംഗ് സൈനി തന്നെ മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഹരിയാന BJP അധ്യക്ഷനായ